കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാനും സാധിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം ഉൾപ്പെടെ സാധാരണ നിലയിലാണിപ്പോൾ. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, 10 മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിയോടുകൂടി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നത് നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ചികിത്സയോടും അതോടൊപ്പം തന്നെ മരുന്നുകളോടും ശരീരം പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം 15-ാം തീയതിയാണ് ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂർജിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ചികിത്സയിലിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം സംഭവിക്കുകയായിരുന്നു. അതാണ് ആരോഗ്യം കൂടുതൽ ഗുരുതരമാകാനുള്ള ഒരു കാരണം. ആ ഒരു അവസ്ഥയിലേക്ക് പോയത് അതുകൊണ്ടാണ്. തുടർന്നിങ്ങോട്ടുണ്ടായിരുന്ന ചികിത്സയിൽ ആദ്യത്തെ 2 ദിവസങ്ങളിലെല്ലാം തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 3 ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നേരിയ തോതിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണപ്പെടുന്നു എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖമാണ്. വലിയ രീതിയിൽ ശ്വാസം എടുക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ബൈപ്പാപ്പ് എന്ന ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എക്സ്റ്റേണൽ സംവിധാനമാണ് ശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള. അപ്പോൾ അത് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അത് നീക്കം ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം സ്വയം ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് വരെ വളരെയധികം ഈ ബ്ലഡ് പ്രഷർ എല്ലാം തന്നെ വേരിയേഷൻ വളരെ ശക്തമായത്, അല്ലെങ്കിൽ അത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്ലഡ് പ്രഷർ എല്ലാം നോർമലാണ് എന്നും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ വിദഗ്ധ സംഘമാണ് ഇപ്പോഴും അദ്ദേഹത്തെ 24 മണിക്കൂറും കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസിനാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചികിത്സ തുടർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം തന്നെ 24 മണിക്കൂറും അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിലുണ്ട്. നിരവധി പ്രമുഖർ എല്ലാ ദിവസവും പല സമയങ്ങളിലായി അദ്ദേഹത്തെ എത്തിക്കാണുകയും ചികിത്സാ കാര്യങ്ങളെല്ലാം തന്നെ ആരായുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാണ് എങ്കിലും മരുന്നുകളോടും ചികിത്സയോടും കൃത്യമായും ശരീരം പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ബോധമൊന്നും വന്നിട്ടില്ല, സ്വബോധത്തിലേക്ക് എത്തിയിട്ടില്ല, സംസാരിക്കാനോ ഒന്നും തന്നെ ആകുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് ആശാവഹമായ കാര്യം തന്നെയാണ്. ലക്ഷ്മി പത്മ. എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത്. ബെൻസൺ അവിടെ നിന്നും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാനും മറ്റും പറ്റുന്നുണ്ട്. അദ്ദേഹം വളരെ വേഗം ജീവിതത്തിലേക്ക് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് പ്രത്യാശിക്കാം.